ആദാബ്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ദില്ലി ചലെ എന്ന പാഠഭാഗത്തിലെ പഠന പ്രവർത്തനങ്ങളാണ് നോക്കുന്നത്. ആദ്യത്തെ പ്രവർത്തനം നസം ദില്ലി ചലെ കൈസി ലഗി ഇസെ തറന്നൻ സെ ഗായിയെ. എന്താ പറഞ്ഞത്? ദില്ലി ചലെ എന്നുള്ള ഈ നസ്മ, ഈ പദ്യം എങ്ങനെയുണ്ടായിരുന്നു? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? ഇത് രീതിയിൽ പാടൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെല്ലാവരും പാടിയതായിരിക്കും അല്ലേ? രണ്ടാമത്തേത് നസം കോ ഔർ സെ പഠിയേ ഓർ ഇസ്മേ സെ ചന്ദ് ഹമാവാസ് അൽഫാസ് ചുൻകർ ലിഖിയെ. എന്താ പറഞ്ഞത്? ഈ പദ്യം നന്നായി വായിച്ചിട്ട് അതിൽ നിന്ന് വരുന്ന ഹമാവാസ് അൽഫാസുകളെ തിരഞ്ഞെടുത്ത് എഴുതുക. ഇവിടെ ഉണ്ട് ഗൂമേ ജൂമേ. ഹമാവാസ് അൽഫാസൊക്കെ നമുക്ക് വളരെ സിമ്പിളായിട്ട് എഴുതാൻ പറ്റുന്നതാണ് അല്ലേ? ഇവിടെയുണ്ട് കീഞ്ചേ, ദേഖേ, ഗർ, ബർ, ജായേങ്കേ, ആയേങ്കേ. കണ്ടോ? അപ്പോൾ ഇങ്ങനെയുള്ള ഹമാവാസ് അൽഫാസുകളൊക്കെ എന്ത് ചെയ്യുക? നമ്മൾ എടുത്തെഴുതുക. ഇത് മാത്രമല്ല, ഇനി ഇവിടെ ഉണ്ടാവും അല്ലേ? ഇതാ ബാസാറോ, ദീവാറോ അല്ലേ? പിന്നെന്താ മനായേ, ജായേ. ഇതെല്ലാം എന്താണ്? അതല്ലാന്നുണ്ടെങ്കിൽ ജായേ, കായേ അല്ലേ? ഇതെല്ലാം എന്താണ്? ഹമാവാസ് അൽഫാസുകളാണ്. അപ്പോൾ ഈ ഹമാവാസ് അൽഫാസുകളൊക്കെ ഇവിടെ തിരഞ്ഞെടുത്ത് എഴുതുക. അത് വളരെ സിമ്പിളാണ്. ഇനി അടുത്ത പ്രവർത്തനം ഇഷാർ കോ ഔർ സേ പഠിയേ. രാജ്ഘട്ട് की फ़ोटो खींचे, खूब कुतुब मीनार को देखे, घूम के आए हम चिड़ियाघर, ബിർള മന്ദിർ ദേഖേ ജീബർ. എന്താ പറഞ്ഞത്? ഈ വരികൾ ശ്രദ്ധിച്ച് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? രാജ്ഘട്ടിലെ ഫോട്ടോ എടുക്കാം, കുത്തുബ് മീനാർ കാണാം, പിന്നെയോ ചിടിയാഘറിലേക്ക് നമുക്ക് അവിടെ പോയി കറങ്ങാം, പിന്നെന്താ ബിർള മന്ദിരം നമുക്ക് എന്താ പറയുക മതിയാവുന്നിടത്തോളം അല്ലേ, അല്ലെങ്കിൽ മതിവരുവോളം കാണാം. ജീബർ എന്ന് പറഞ്ഞാൽ നന്നായി കാണാം അല്ലേ? മതിവരുവോളം നമുക്ക് എന്ത് ചെയ്യാം? കാണാം. ഇനി ഇതിലെന്താ പ്രവർത്തനം? ഇൻമേ ചന്ദ് താരീഖി ഇമാറാത്ത് കെ നാം ആയേ ഹേ. ഇതിൽ കുറച്ച് താരീഖി ഇമാറാത്തുകളുടെ പേര് വരുന്നുണ്ട്. ചുൻകർ ലിഖിയെ, തിരഞ്ഞെടുത്ത് എഴുതുക. അപ്പോൾ ഇതിൽ ഏതൊക്കെ താരീഖി ഇമാറാത്ത്, ചരിത്ര സ്മാരകങ്ങളാണ് വരുന്നത്? ഇവിടെയുണ്ട് രാജ്ഘട്ട് ഉണ്ട്, അതുപോലെ തന്നെ കുത്തുബ് മീനാർ ഉണ്ട്, ബിർള മന്ദിരമുണ്ട്. ചിടിയാഘർ അതൊരു താരീഖി ഇമാറത്തായിട്ട് കണക്ക് കൂട്ടാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? എഴുതാം. രാജ്ഘട്ടും കുത്തുബ് മീനാറും ബിർള മന്ദിറും. ഇനി എന്ത് ചെയ്യണം? അടുത്തതായിട്ട് ഇതിൻ്റെ മത്ലബ്, ഇഷ്ആർ കാ മത്ലബ് അപ്നെ അൽഫാസ് മേ ലിഖിയെന്ന്. ഈ ഇഷ്ആറിൻ്റെ മത്ലബ്, ആശയവും കൂടി എന്ത് ചെയ്യണം? നമുക്ക് എഴുതണം. അപ്പോൾ ഇതിൻ്റെ ആശയം നമുക്ക് ഇങ്ങനെ എഴുതാം. നോക്കൂ. ഹം ദില്ലി ജാക്കർ രാജ്ഘട്ട് की फोटो खींचे, और कुतुब मीनार को देखें. पिनियो चिड़ियाघर भी हम घूम के आए और बिरला मंदिर को भी देखे. എന്താ അർത്ഥം? നമുക്ക് ദില്ലിയിൽ പോയിട്ട് രാജ്ഘട്ടിൻ്റെ ഫോട്ടോ എടുക്കാം, പിന്നെയോ കുത്തുബ് മീനാറും കാണാം, പിന്നെ ചിടിയാഘർ ബി ഹം ഘൂം കെ ആയി, അല്ലെങ്കിൽ ഇവിടെ ഹം എഴുതാം, ഇവിടെ ഫ്രണ്ടിൽ വേണമെങ്കിൽ ഹം എഴുതാം കേട്ടോ. ഹം ചിടിയാഘർ ബി ഘൂം കെ ആയി. നമുക്ക് എന്ത് ചെയ്യാം? ചിടിയാഘറിലും കറങ്ങി വരാം, പിന്നെ ബിർള മന്ദിറും കാണാം. നോക്കൂ. ദില്ലി ഹിന്ദുസ്ഥാൻ കാ രാജധാനി ഹി. ദില്ലി ഇന്ത്യയുടെ രാജധാനിയാണ്. ഇസ്കെ അലാവ ദില്ലി കെ ബാരെ മേ ആപ് ക്യാ ക്യാ ജാൻതേ ഹേ. അത് കൂടാതെ അലാവ എന്ന് പറഞ്ഞാൽ കൂടാതെ ദില്ലിയെക്കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തൊക്കെ അറിയാം? എക് ബയാനിയ തയ്യാർ കീജിയെ. ഒരു ബയാനിയ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം? ഫസ്റ്റ് തന്നെ ദില്ലി ഹിന്ദുസ്ഥാൻ കാ രാജധാനി ഹേ. പിന്നെ അവിടെ എഴുതാം വഹാ ബഹത്ത് താരീഖി ഇമാരത്തേ ഹേ. പിന്നെ
कुतुब मीनार दिल्ली में है, राजघाट है ले, वहाँ राजघाट है, बिरला मंदिर है. दिल्ली हिंदुस्तान का बहुत मशहूर जगह है. പിന്നെ നമുക്ക് എന്ത് എഴുതാം? യൗമെ ആസാദി के दिन दिल्ली के लाल किला में ले, दिल्ली के लाल किला में हमारे वज़ीर आज़म കൗമി ജണ്ട ലഹരാത്തേ ഹെ. അതൊക്കെ എഴുതാം അല്ലേ? നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് എഴുതി നോക്കാം. ആദ്യം ഇത് തന്നെ എഴുതാം കേട്ടോ. ദില്ലി ഹിന്ദുസ്ഥാൻ കാ രാജധാനി ഹെ. പിന്നെ അടുത്തത് ഇവിടെ എഴുതാം വഹാ ബഹുത് താരീഖി ഇമാരത്തേ ഹെ. പിന്നെ ലാൽ കില്ല, രാജ്ഘട്ട്, बिरला मंदिर, कुतुब मीनार, बाए मुअल, वाइरा वाइरा, वहाँ के मशहूर तारीखी इमारतें हैं. പിന്നെ യൗമെ ആസാദി के दिन लाल किला में हमारे वज़ीर आज़म कौमी झंडा ലഹരാത്തേ ഹെ. ഇനിയും നിങ്ങൾക്കിതിൽ എന്ത് ചെയ്യാം? കൂട്ടിച്ചേർക്കാം. ഞാൻ വളരെ കുറച്ച് കാര്യങ്ങൾ എഴുതിയിട്ടുള്ളൂ. ഇനിയും കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കൂട്ടിച്ചേർക്കാം. ഓക്കെ. അടുത്ത പ്രവർത്തനം ഇതാണ്. ആവോ ബച്ചോ ബസ് മേ ജായേ, ബസ് മേ ബൈഠ്കർ ഷഹർ കോ ജായേ. വരൂ കുട്ടികളെ, ബസ്സിൽ പോകാം, ബസ്സിലിരുന്ന് ഷഹറിലേക്ക് പോകാം. ഷഹർ മേ ജായേ, ഷഹറിലേക്ക് പോകാം. ഷഹർ, ഷഹർ കി സേർ കരേ ഹം. പട്ടണങ്ങൾ തോറും അല്ലേ, പട്ടണങ്ങൾ തോറും നമുക്ക് യാത്ര ചെയ്യാം. ഖേലേ കൂദേ ഹൂബ് പിരേഹം. എന്ത് ചെയ്യാം? കളിക്കാം, ചാടാം അല്ലേ. എന്ന് വെച്ചാൽ നമ്മൾ അവിടെ പോയിട്ട് ഉല്ലസിക്കുമല്ലോ അല്ലേ. അവിടെ പോയിട്ട് എന്ത് ചെയ്യാം? അവിടെ പോയി നല്ല രീതിയിൽ അവിടെ എല്ലാവിടെയും കറങ്ങാം. ഷഹർ ഹേ ക്യാ യേ സബ്കോ ബതായേ, ഷഹർ കി ബാത്തേ സബ്കോ സുനായി. ഷഹർ എന്താണ് എന്നുള്ളത് എല്ലാവരോടും പറയാം. ഷഹറിലെ ഓരോ വിശേഷങ്ങളും എല്ലാവരെയും കേൾപ്പിക്കാം അല്ലേ. എല്ലാവർക്കും പറഞ്ഞു കൊടുക്കാം. ഗാവോ മേ ബി ഗൂംകർ ആയി, ആവോ ബച്ചോ ബസ് മേ ജായേ. നമുക്ക് ഗ്രാമത്തിലൂടെയും അല്ലേ, ഗ്രാമത്തിലൂടെയും നമുക്ക് കറങ്ങി വരാം. വരൂ കുട്ടികളെ, ബസ്സിൽ പോകാം. ഇതൊരു കവിതയാണ് അല്ലേ. ഇനി എന്താ ചെയ്യേണ്ടത്? നസം കോ ഔർ സേ പഠിയേ, ഇൻമേ ബഹുത് സേ ഹമാവാസ് അൽഫാസ് ആയേ ഹേ, ചുൻ കർ ലിഖിയേ. നമുക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. ഇത് വായിച്ചിട്ട് ഇതിൽ നിന്നുള്ള ഹമാവാസ് അൽഫാസുകൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ്. അപ്പോൾ ഹമാവാസ് അൽഫാസുകൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാലോ. ഇവിടെ ഉണ്ട്, നോക്കൂ. ഇവിടെ കരേ, ഫിരേ, കേലേ, കൂതേ, ബതായേ, സുനായേ, ആയേ, ജായേ അല്ലേ. ഇങ്ങനെ ഇതൊക്കെ എന്താണ്? ഇതെല്ലാം ഹമാവാസ് അൽഫാസുകളാണ്. അപ്പോൾ ഇതെല്ലാം ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യണം? ഇതുപോലെ വേറൊരു മിശ്ര തയ്യാറാക്കാനാണ് താഴെ തന്നിരിക്കുന്നത് കേട്ടോ. കണ്ടോ? ഹമാവാസ് അൽഫാസ് കി മദദ് സേ അപ്നി പസന്ദീദ മൗസൂ പർ മിശ്ര തയ്യാർ കീജിയെ. നിങ്ങൾക്കിഷ്ടപ്പെട്ട ഒരു പസന്ദീദ മൗസൂ അഥവാ ഇഷ്ടപ്പെട്ട വിഷയം ഏതാണെന്ന് പറഞ്ഞിട്ടില്ല. നിങ്ങൾക്കിഷ്ടപ്പെട്ട വിഷയത്തിനെക്കുറിച്ച് മിശ്ര വരികൾ തയ്യാറാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ബസ്സിന് പകരമായിട്ട് എന്ത് ചെയ്യാം? സൈക്കിളിൽ പോകാമെന്ന് എഴുതാം. നോക്കൂ. ആവോ ബച്ചോ സൈക്കിൾ മേ ജായേ, സൈക്കിൾ മേ ജാക്കർ എന്ന് എഴുതാം. അതല്ലാന്നുണ്ടെങ്കിൽ സൈക്കിൾ മേ ബൈഠ്കർ എന്ന് എഴുതാം. സൈക്കിൾ മേ ജാക്കർ പാർക്ക് കോ ജായേ എഴുതിക്കൂടെ? പാർക്ക് മേ ജാക്കർ ബാഗ് കോ ദേഖേ. മനസ്സിലായോ? നമുക്ക് ഇഷ്ടമുള്ളതുപോലെ എഴുതാം. പിന്നെ ഖേലേം കൂതേം ഹൂബ് പിരേഹം എഴുതിക്കൂടെ? അപ്പം അങ്ങനെയുള്ളത്. അപ്പം ഞാൻ 4 വരി ഇവിടെ എഴുതുന്നത്, ബാക്കി നിങ്ങൾ എഴുതുക കേട്ടോ. ഞാനിങ്ങനെ എഴുതുന്നു. ആവോ ബച്ചോ സൈക്കിൾ മേ ജായേ,
ഇനിയോ साइकिल में जाकर पार्क को जाए. പിന്നെന്താ എഴുതാം? പാർക്ക് മേ ജാക്കർ ബാഗ് കോ ദേഖേ. പിന്നെയോ കേലേ കൂതേ. ഹൂബ് പിരേഹം. ഞാനിപ്പോൾ ഒരു 4 വരിയാണ് എഴുതി കാണിച്ചു തന്നത്. ഇനി നിങ്ങൾക്ക് എന്തെഴുതാം? ഇതുപോലെ ബാക്കിയുള്ള ഹമാവാസ് അൽഫാസുകൾ ഉപയോഗിച്ചിട്ട് ഇനിയും മിശ്രകൾ തയ്യാറാക്കാം. ഓക്കെ, ഇനി എന്താ ഇതിൽ അടുത്ത പ്രവർത്തനം നോക്കൂ. ഇനി ഇതിൽ തുടർ പ്രവർത്തനങ്ങളാണുള്ളത്. സഫർ കെ ബാരെ മേ ബഹുത് സി നസ്മേ ഓർ ഗീത് ഹേ ഉനേ ढूंढकर ക്ലാസ് മേ പേഷ് കീജിയെ. സഫറിനെ കുറിച്ച്, യാത്രയെക്കുറിച്ച് ഒരുപാട് പദ്യങ്ങളും അതുപോലെ തന്നെ പാട്ടുകളും ഒക്കെ ഉണ്ടാവും. അവയൊക്കെ കണ്ടുപിടിച്ച് എന്ത് ചെയ്യുക? ക്ലാസ്സിൽ അവതരിപ്പിക്കുക. പിന്നെ ദില്ലി മേ മുഖ്തലിഫ് താരീഖി ഇമാരത്തെ ഹേ തസ്വീർ ജമ കർക്കെ ആൽബം തയ്യാർ കീജിയെ. ഡൽഹിയിൽ പലതരത്തിലുള്ള അല്ലെങ്കിൽ ഒരുപാട് താരീഖി ഇമാരത്തുകളുണ്ട്. അവയുടെയൊക്കെ ചിത്രങ്ങൾ ശേഖരിച്ചിട്ട് ആൽബം തയ്യാറാക്കുക എന്നുള്ള 2 വർക്കുകളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇതോടുകൂടെ നമ്മുടെ ഈ ടെക്സ്റ്റ് ബുക്കിലെ എല്ലാ പാഠഭാഗങ്ങളും അവസാനിച്ചിരിക്കുകയാണ്. ഇനി പരീക്ഷയാണ്. പരീക്ഷയ്ക്ക് സഹായിക്കുന്ന വീഡിയോയുമായിട്ട് വീണ്ടും വരാം. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. ഹുദാ ഹാഫിസ്.